അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ ഒരു മെഡിക്കൽ എൻട്രൻസ് കിട്ടുക എന്ന് പറയുന്നത് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള കാര്യമാണ്. ആ സമയത്ത് ഈ ഒരു മെഡിക്കൽ പ്രൊഫഷൻ്റെ അനന്ത സാധ്യതകൾ എൻ്റെ മുമ്പിൽ വളരെ ക്ലിയറാണ്. യു മേ നോട്ട് ബി ഡൂയിങ് യുവർ മെഡിക്കൽ പ്രൊഫഷൻ അഗെയിൻ. ഈ ഒരു മെഡിക്കൽ ഡോക്ടർ എന്ന ജോലി ചിലപ്പോൾ നിങ്ങൾ ഇനി ഭാവിയിൽ ചെയ്തു എന്ന് വന്നേക്കില്ല. ഞാൻ പറഞ്ഞു ഐ ആം ഓക്കെ. കാരണം ഞാനായിരിക്കേണ്ട ഇടം ഇവിടെയാണെന്ന് ആ സമയമാകുമ്പോഴേക്കും എനിക്ക് കൃത്യമായ ഒരു ബോധ്യം എൻ്റെ ഉള്ളിൽ രൂപപ്പെട്ടിരുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഫാദർ ദേവ് അഗസ്റ്റിൻ അക്കര, കപ്പൂച്ചിൻ സഭാംഗമാണ്. ആലുവ സെൻറ്റ് തോമസ് പ്രോവിൻസിലെ ഒരംഗമാണ്. ഞാനിപ്പോൾ തൃശ്ശൂർ അതിരൂപതയുടെ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ സൈക്യാട്രി വിഭാഗത്തിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായി സേവനം ചെയ്യുകയാണ്. ഞാൻ തൃശ്ശൂർ അതിരൂപത അംഗമാണ്. തൃശ്ശൂർ അതിരൂപതയിലെ പടവരാട് ഇടവകയിലെ അംഗമാണ്. എൻ്റെ വീട്ടിൽ അമ്മയും ഒരു സഹോദരനും ഒരു സഹോദരിയുണ്ട്. ചാച്ചൻ 2 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. സഹോദരൻ ഒരു കപ്പൂച്ചിൻ വൈദികനാണ്, സഹോദരി വിവാഹിതയാണ്, 3 മക്കളുടെ അമ്മയാണ്. ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു മെഡിക്കൽ ബിരുദധാരി എന്ന നിലയിൽ എൻ്റെ ദൈവവിളി കണ്ടെത്തിയതിനെക്കുറിച്ചാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. ഞാൻ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായും എല്ലാവരും ദൈവവിളിയെക്കുറിച്ച് സംസാരിക്കുന്ന സമയമാണ്. എൻ്റെ വീട്ടിലും അങ്ങനെ അച്ഛനാകണമെന്ന് കൃത്യമായൊരു നിനക്ക് അച്ഛനാകാൻ പോയിക്കൂടെ, അങ്ങനെ ഒരു ചോദ്യം ഒരിക്കലും എൻ്റെ വീട്ടിൽ നിന്ന് ഉയർന്നിട്ടില്ല. പക്ഷെ ഞാൻ തിരിച്ച് ചിന്തിക്കുമ്പോൾ ചില മൂല്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ രൂപപ്പെടുന്നതിന് എൻ്റെ കുടുംബം സഹായകമായിട്ടുണ്ട്. പ്രത്യേകിച്ച് വീട്ടിലൊരിക്കലും പണം സമ്പാദിക്കുന്നതിനെക്കുറിച്ച് ഒരു ചർച്ച ഒരിക്കലും വീട്ടിൽ നടന്നിട്ടില്ല. പലപ്പോഴും മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കണം, ഞങ്ങളുടെ വീടായിരുന്ന സ്ഥലം ചുറ്റുമുള്ള വീടുകളൊന്നും അത്ര ഫിനാൻഷ്യലി നല്ല വെൽ ഓഫ് ആയിട്ടുള്ള സ്ഥലങ്ങളല്ല. പലപ്പോഴും ഓരോ തിരുനാളുകൾ അല്ലെങ്കിൽ പ്രത്യേക ദിനങ്ങളൊക്കെ വരുമ്പോൾ അമ്മ ഞങ്ങളെ കൊണ്ട് തന്നെ അവരുടെ അടുത്തേക്ക് വിടുകയും അവരെ സഹായിക്കാനൊക്കെ പറയുകയും ചെയ്യായിരുന്നു. അതുപോലെ തന്നെ വീട്ടിലൊരിക്കലും സമർപ്പിതരെക്കുറിച്ച് നെഗറ്റീവായിട്ട് ഒരിക്കലും സംസാരിച്ചിട്ടില്ല. അപ്പോൾ അവിടുത്തെ ഒരു രൂപീകരണം എൻ്റെ ദൈവവിളിയിൽ കൃത്യമായൊരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. കാരണം ഒരു സെൻസ് ഓഫ് സീക്രട്ട്നെസ്, ഒരു സമർപ്പിത ജീവിതത്തിൻ്റെ സീക്രട്ട്നെസ്സിനെ കുറിച്ചുള്ള ആദ്യ പാഠങ്ങൾ എനിക്ക് കിട്ടിയത് എൻ്റെ വീട്ടിൽ നിന്നാണ്. അതുപോലെ തന്നെ പല സംഘടനകളിലും വർക്ക് ചെയ്തു. രാവിലെ എഴുന്നേറ്റ് എല്ലാ ദിവസവും പള്ളിയിൽ പോകണം. അതുമാത്രമാണ് എൻ്റെ ഓർമ്മയിൽ എൻ്റെ മാതാപിതാക്കന്മാർ എനിക്ക് തന്നേക്കണ ഒരു നിർദ്ദേശം. എവിടെയായിരുന്നാലും പള്ളിയിൽ പോകണം. അതുപോലെ തന്നെ സംഘടനകളുടെ പ്രവർത്തനം, ജീസസ് യൂത്ത്, KCYM തുടങ്ങിയ സംഘടനകളുടെ പ്രവർത്തനം, ഇതിലെല്ലാം എൻ്റെ ഒരു ദൈവവിളിയുടെ ആദ്യത്തെ കിരണങ്ങളുണ്ട് എന്ന് ഞാൻ കൃത്യമായി മനസ്സിലാക്കുകയാണ്. പക്ഷേ ഈ 10ാം ക്ലാസ് പഠിക്കുന്ന 10ാം ക്ലാസ്സിലാണ് ഞാനൊക്കെ ഒരു ആവറേജ് സ്റ്റുഡൻ്റാണ്. 10ാം ക്ലാസ്സിലാണ് ഞാൻ ഒരു നന്നായി പഠിക്കുന്നത്. ഡിസ്റ്റിങ്ഷൻ മാർക്കൊക്കെ 10ാം ക്ലാസ്സിലാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടുന്നത്. എൻ്റെ വികാരിച്ചൻ പറഞ്ഞു ഒരു ഡിസ്റ്റിങ്ഷൻ കിട്ടിയ സെൻറ്റ് തോമസ് കോളേജിൽ എങ്ങനെയെങ്കിലും അഡ്മിഷൻ വാങ്ങിത്തരാം, അതുകൊണ്ട് വാശിക്ക് പിടിച്ച് മാത്രം കടന്നുപോയ ആളാണ്. ഈ 10ാം ക്ലാസ്സിൻ്റെ സമയത്ത് ഞാൻ ഡോൺ ബോസ്കോ സ്കൂളിലാണ് മണ്ണുത്തിയിൽ പഠിക്കുന്നത്. ഞാൻ ദൈവവിളി ക്യാമ്പിന് പോയി. അച്ഛനാകണമെന്ന് ചെറിയൊരു ആഗ്രഹം. പക്ഷേ അവിടെ ക്യാമ്പിന് ചെന്നു. എനിക്ക് സയൻസ് ഗ്രൂപ്പാണ് ഇഷ്ടം. പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ സെമിനാരികളിൽ സയൻസ് ഗ്രൂപ്പ് പഠിപ്പിക്കുന്നില്ല, മറ്റു സബ്ജക്ട്സാണ്. അപ്പോൾ എനിക്ക് സെലക്ഷനൊക്കെ തന്നു. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഞാൻ സയൻസ് ഗ്രൂപ്പൊക്കെ പഠിച്ച് പ്രീ ഡിഗ്രി കഴിഞ്ഞ് വരാം എന്ന് പറഞ്ഞ് അച്ഛനോട് പറഞ്ഞ് ഞാൻ പോരുകയാണ്. ഞാൻ സെൻറ്റ് തോമസ് കോളേജിൽ ചേർന്ന് പ്രീ ഡിഗ്രി പഠിക്കുന്നു. അവിടെ ഏറ്റവും രസകരമായൊരു കാര്യം, പി.സി. തോമസ് സാറിൻ്റെ ട്യൂഷൻ ക്ലാസ്സൊക്കെ നന്നായി നടക്കുന്ന സമയമാണ്. എൻ്റെ ക്ലാസ്സിൽ ഞാൻ ഒഴിച്ച് എല്ലാവരും എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്ന ആളുകളാണ്. അപ്പം ഞാൻ തന്നെ ക്ലാസ് കഴിയുമ്പോൾ ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഒറ്റയ്ക്കാണ്, ബാക്കി എല്ലാവരും എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, നീ മാത്രമായിട്ട് എന്തിനാണ് കൂടി ഇരിക്കുന്നത്, നിനക്കും കൂടി എൻട്രൻസ് കോച്ചിങ്ങിന് വന്നുകൂടെ, നമുക്കൊരു കമ്പനിക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിന് പോയി തുടങ്ങുന്നത്. അവിടെ ചെന്നപ്പോൾ എല്ലാവരുടെയും ആ ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ്, അതിലും ഞാൻ ചേർന്നു. ഞാനങ്ങനെ റെഗുലർ എൻട്രൻസ് സ്റ്റുഡൻ്റ് ആവുന്നു. ആദ്യത്തെ തവണ എൻട്രൻസ് ചെയ്തുമ്പോൾ ഒരു 6 റാങ്കിനാണ് എനിക്ക് MBBS സീറ്റ് നഷ്ടമാകണം. ഞാൻ എഞ്ചിനീയറിങ്ങിന് ചേർന്നു. എഞ്ചിനീയറിംഗ് കോളേജ് ചെന്നപ്പോഴാണ് മനസ്സിലായത് അത് എൻ്റെ സ്ഥലമല്ല, എൻ്റെ ഇടമല്ല. ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്തു.
ആ സമയത്താണ് ജീസസ് യൂത്ത് പ്രവർത്തനങ്ങളിലൊക്കെ കാര്യമായി ഇൻവോൾവ് ചെയ്യാൻ പറ്റിയത്. അത് കഴിഞ്ഞ് എൻട്രൻസ് എഴുതി വീണ്ടും തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടുകയാണ്. ആയിരത്തി 1999 ഞാൻ തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയായി ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ ഒരു മെഡിക്കൽ എൻട്രൻസ് കിട്ടുക എന്ന് പറയുന്നത് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള കാര്യമാണ്. എൻ്റെ കുടുംബത്തിൽ തന്നെ ആദ്യത്തെ ഡോക്ടറാണ് ഞാൻ. അന്ന് എനിക്ക് കൃത്യം ഓർമ്മയാണ്, എൻ്റെ റാങ്ക് 113ാമത്തെ റാങ്കാണ്. ഞാനപ്പോൾ ഒരു എൻട്രൻസ് കിട്ടിയതിൻ്റെ ത്രില്ലിലാണ്. ആ സമയത്ത് ആ ഇനീഷ്യൽ കാലഘട്ടങ്ങളിൽ കൃത്യമായും ദൈവവിളിയെക്കുറിച്ചൊന്നും ചിന്തയില്ല. സ്വാഭാവികമായും ആ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ ഒഴുക്കിലൂടെ സഞ്ചരിക്കുന്നു. ആദ്യത്തെ കാലഘട്ടങ്ങളിലെ പഠനം, ക്ലിനിക്സ്, അങ്ങനെയൊക്കെ വളരെ സ്മൂത്തായി തന്നെ കാര്യങ്ങൾ പോകുന്നു. ആ സമയത്ത് കുറച്ച് ജീസസ് യൂത്ത് പ്രവർത്തനങ്ങളുമായി കൂടുതൽ സഹകരിക്കാൻ കർത്താവ് കൃപ നൽകി. അപ്പോൾ ജീസസ് യൂത്ത് പ്രയർ ഗ്രൂപ്പിൽ പോകുന്നു. മിഷൻ ഔട്ട്റീച്ചുകൾ ആന്ധ്രയിലേക്കൊക്കെ ഞങ്ങൾ ചെറിയൊരു ഗ്രൂപ്പ് ആദ്യമായിട്ടൊരു യൂത്ത് മിഷൻ ഔട്ട്റീച്ചുകൾ നടത്തുന്നു. അങ്ങനെ കുറേ ഒരു എക്സ്പീരിയൻസുകൾ, കുറേ ഒരു ലൈഫിൻ്റെ ലിമിറ്റ് എക്സ്പീരിയൻസുകൾ കാണാൻ ആ കാലഘട്ടത്തിൽ വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സഫർ ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ മരിച്ചു വീഴുന്ന ആളുകൾ, നമ്മൾ നിസ്സഹായരായി പോകുന്ന ആളുകൾ, കഷ്ടപ്പെടുന്ന ആളുകൾ, ഇങ്ങനെ കുറേ മേഖലകളിൽ കൃത്യമായി ചില ഉൾക്കാഴ്ചകൾ ആ കാലഘട്ടങ്ങളിൽ എന്നിൽ രൂപപ്പെട്ടു വരികയാണ്. അപ്പോൾ ഒരു ഫൈനൽ MBA ഫസ്റ്റ് പാർട്ടൊക്കെ ആകുന്ന സമയത്ത് തന്നെ ഇനി എന്ത് ചെയ്യണം എന്നൊരു ചിന്ത മനസ്സിൽ കൃത്യമായി രൂപപ്പെടുന്നുണ്ട്. എല്ലാവരെയും പോലെ തന്നെ PG എൻട്രൻസിന് പോകണം. PG എൻട്രൻസിൻ്റെയൊക്കെ കോച്ചിങ് വളരെ സീരിയസ് ആയിട്ട് നടക്കുന്ന സമയമാണ്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ PG എൻട്രൻസിൻ്റെ കോച്ചിങ് ഒക്കെ നടക്കുന്ന ആദ്യമായി തുടങ്ങുന്ന സമയം. അപ്പോൾ ഞങ്ങളോടൊക്കെ നിർബന്ധിച്ച് സാറന്മാരൊക്കെ നിങ്ങൾ വരണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനും ആ PG എൻട്രൻസിന് വേണ്ടി ചേരുന്നു. ഈ കാലഘട്ടങ്ങളിലാണ് ഞാനൊരു ജീസസ് യൂത്തിൻ്റെയൊക്കെ ഭാഗമായൊരു സ്പിരിച്വൽ ഡയറക്ഷൻ എന്നുള്ളൊരു സംവിധാനത്തിലേക്ക് ഞാൻ വളരുന്നത്. അപ്പോൾ ഞാൻ റെഗുലറായിട്ട് എല്ലാ മാസവും എൻ്റെ സ്പിരിച്വൽ ഡയറക്ടർ അടുത്ത് പോകും. അപ്പോൾ ഈ ലാസ്റ്റ് ഞാൻ ഒരു ദൈവവിളി ഉറപ്പിക്കുന്നതിന് മുമ്പുള്ള 3 വർഷത്തെ സമയം, അപ്പോൾ എല്ലാ മാസവും പോകുമ്പോൾ ഞാൻ പല എക്സ്പീരിയൻസുകളാണ് അച്ഛനോട് പറയണത്. ഒരു മാസം ഞാൻ ചെന്നിട്ട് പറയും, അച്ഛാ ഞാൻ ഈ കോഴ്സ് നിർത്തി ഇപ്പം അച്ഛനാകാൻ വരാമെന്ന് പറയും. അപ്പോൾ അച്ഛൻ സ്നേഹപൂർവ്വം എന്നെ കേട്ടിട്ട് പറയും, നീ എന്തായാലും ഈ കോഴ്സ് പൂർത്തീകരിക്കാൻ പറയും. ചിലപ്പോൾ ചില മാസങ്ങളിൽ ഞാൻ ചെന്നിട്ട് പറയും, അച്ഛൻ എനിക്ക് ദൈവവിളി ഉണ്ടെന്ന് തോന്നണില്ല, എനിക്ക് വേറെ കുറേ കാര്യങ്ങളാണ് ഇൻട്രസ്റ്റ്. കാരണം എൻ്റെ ഒരു പേഴ്സണൽ സ്കില്ല് സർജിക്കൽ സ്കില്ലുള്ള ആളാണ്. അപ്പോൾ എനിക്ക് സർജറി ചെയ്യണം, കുറേ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്ന് താല്പര്യമുള്ള ആളാണ്. അപ്പോൾ ഞാൻ അച്ഛനോട് പറയും, അച്ഛൻ എനിക്ക് ദൈവവിളി ഉണ്ടോ ഇല്ലയെന്ന് സംശയം. അപ്പോൾ അച്ഛൻ പറയും, നീ പ്രാർത്ഥിച്ചാൽ മതി, നമുക്ക് തീരുമാനം എടുക്കാം. ഒരു സ്പിരിച്വൽ ഡയറക്ടറുടെ ഭാഗത്തു നിന്ന് പലപ്പോഴും എന്നെ എല്ലാ തരത്തിലും നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലാണ് പലപ്പോഴും അച്ഛൻ സംസാരിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് എൻ്റെ ദൈവവിളിയെ കൂടുതൽ തെളിമയോടെ എനിക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തതെന്നാണ് ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ആ കാലഘട്ടങ്ങളിലാണ് പ്രോ ലൈഫ് മിനിസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ ഇടവരുന്നത്. പ്രോ ലൈഫ് മിനിസ്ട്രിയുടെ രൂപതയിൽ ഉള്ള കാര്യങ്ങളിലും ഒക്കെ സജീവമായി നമ്മൾ പങ്കെടുക്കുന്നു. അപ്പോൾ വലിയ കുടുംബങ്ങൾ വേണം. അപ്പോൾ നമ്മളും അങ്ങനെ സ്വപ്നം കാണുന്നു, മാരീഡ് ലൈഫ്, വലിയ കുടുംബം, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ രൂപപ്പെടുന്നു. അപ്പോൾ നമ്മൾ ഏത് സ്പെഷ്യാലിറ്റി എടുക്കണമെന്ന് വരെ ഞാൻ ഒരു ഫൈനൽ ഇയർ ആയപ്പോഴേക്കും എൻ്റെ മനസ്സിൽ കൃത്യമായൊരു ബോധ്യമുണ്ട്. കാരണം എൻ്റെ സർജിക്കൽ സ്കിൽസ്, ഞാൻ സൂച്ചർ ചെയ്യണത്, ഇതെല്ലാം ആളുകൾ കാണുമ്പോൾ, കൂടെയുള്ള ബാച്ച്മേറ്റ്സ് കാണുമ്പോൾ അവർ കൃത്യമായിട്ട് നമ്മളോട് പറയും, നിൻ്റെ സ്കില്ല് സർജിക്കൽ സ്കില്ലാണ്. അപ്പം ഞാൻ എന്ത് സ്പെഷ്യാലിറ്റി എടുക്കണമെന്ന് എൻ്റെ മനസ്സിൽ ആ സമയത്തൊക്കെ ഉണ്ട്. ആ സമയത്തൊന്നും ഈ സ്പിരിച്വൽ ഡയറക്ഷൻ്റെ ഇടയിൽ ദൈവവിളിയോട് സംസാരിക്കുമെങ്കിലും ഈ എൻ്റെ ഫ്യൂച്ചർ പേഴ്സ്പെക്റ്റീവ്സിൽ ഞാനിങ്ങനെ ഈ സെക്കുലർ കാര്യങ്ങളാണ് കൃത്യമായും എൻ്റെ മനസ്സിൽ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ തലത്തിലുള്ള പഠനങ്ങളൊക്കെ ഇതിൻ്റെ പാരലൽ നടന്നിരുന്നു. അപ്പോൾ ഞാൻ അവസാനം ഒരു ഹൗസ് സർജൻസിയൊക്കെ കയറുന്ന സമയത്ത് കൃത്യമായും ദൈവവിളിയെക്കുറിച്ച് ഉറപ്പിച്ചിട്ടില്ല. എൻ്റെ സ്പിരിച്വൽ ഡയറക്ടറോട് അപ്പോഴും അദ്ദേഹം ചോദിച്ചപ്പോൾ അദ്ദേഹം അപ്പോൾ പറഞ്ഞു, യു ക്യാരി ഓൺ വിത്ത് യുവർ സ്റ്റഡീസ്. അപ്പോൾ ഞാൻ PG എൻട്രൻസിൻ്റെ
പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ച് എൻട്രൻസ് കോച്ചിങ് ഒക്കെ സൈഡിൽ കൂടെ നടക്കുകയാണ്. ഈ കാലഘട്ടങ്ങളിൽ കൃത്യമായും എന്നിൽ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, വായനകൾ കാര്യമായി നടന്നിരുന്നു. എല്ലാ മാസവും എന്തെങ്കിലുമൊക്കെ ഒരു സ്പിരിച്വൽ റീഡിങ്സ് കൃത്യമായി നടന്നിരുന്നു. അപ്പോൾ ഈ സ്പിരിച്വൽ റീഡിങ്സിലൊരു പേഴ്സണൽ റിഫ്ലക്ഷൻ എനിക്ക് ഉണ്ടായിരുന്നു. വാട്ട് ടു ഡു വിത്ത് ദ ലൈഫ്. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവ് എനിക്ക് സമൃദ്ധമായി നൽകിയിട്ടുണ്ട്. വളരെ ആവറേജ് ഉള്ളൊരു ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ പോലും എക്സ്പെക്റ്റ് ചെയ്യാത്ത തലങ്ങളിലേക്ക് കർത്താവ് എന്നെ ഉയർത്തി എന്നുള്ളത്. അപ്പോൾ നമ്മൾ ജെറിക്കോയിൽ അന്ധനോട് കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടല്ലോ, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്. എനിക്ക് തോന്നി ആ ചോദ്യം തിരിച്ച് നമുക്ക് കർത്താവിനോട് എനിക്ക് ചോദിക്കണമെന്ന് തോന്നി. വാട്ട് ഷുഡ് ഐ ഡു വിത്ത് മൈ ലൈഫ്? എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം എന്ന് ഞാൻ കർത്താവിനോട് തിരിച്ചു ചോദിക്കുകയാണ്. എൻ്റെ ഒരു പേഴ്സണൽ അനുഭവത്തിൽ എൻ്റെ ലൈഫിൻ്റെ ഡിറക്ഷൻ പലപ്പോഴും കർത്താവ് എനിക്ക് നൽകിയ പേഴ്സണൽ ഗോഡ് എക്സ്പീരിയൻസ് ആണ്. പലപ്പോഴും ഞാൻ ഈ ദൈവവിളി തീരുമാനിക്കാനായി പല കൗൺസിലേഴ്സിൻ്റെ അടുത്ത് പോകും. നമ്മൾ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ അവർ നമ്മളോട് പറയുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ചേരാലോ. പക്ഷേ നിർഭാഗ്യവശാൽ ഒരു കൗൺസിലറും എനിക്ക് ദൈവവിളി ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ആകെ മാക്സിമം ഉള്ളൊരു ദർശനം എന്ന് പറയുന്നത് മാതാവ് മധ്യസ്ഥം വഹിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് ഞാൻ തന്നെ ഡിസിഷൻ എടുക്കണം എന്നുള്ളൊരു കോണ്ടെക്സ്റ്റിലേക്ക് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിലേക്ക് ഞാൻ വരാണ്. എൻ്റെ സ്പിരിച്വൽ ഡയറക്ടർ കൃത്യമായ തീരുമാനം പറയുന്നില്ല, ബാക്കി ആരും പറയുന്നില്ല. ആ സമയത്ത് ഈ ഒരു മെഡിക്കൽ പ്രൊഫഷൻ്റെ അനന്ത സാധ്യതകൾ എൻ്റെ മുമ്പിൽ വളരെ ക്ലിയറാണ്. ഞാനൊരു സർജിക്കൽ സ്പെഷ്യാലിറ്റി എടുക്കുന്നു. ന്യൂറോ സർജറിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചുള്ള കൃത്യമായ സ്വപ്നങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. അപ്പോൾ ഈ അവസാനത്തെ ഒരു ഹൗസ് സർജൻസി സമയത്തേക്ക് വരുമ്പോഴാണ് ഇങ്ങനെ ഒരു ക്രൈസിസ്, ഒരു വൊക്കേഷണൽ ക്രൈസിസ് എൻ്റെ മുമ്പിൽ വരണം. ഇനി എന്ത് ചെയ്യണം, ഫ്യൂച്ചറിലേക്ക് എന്ത് ചെയ്യണം എന്നുള്ളൊരു വലിയൊരു ചോദ്യം എൻ്റെ മുമ്പിലേക്ക് വരണം. കർത്താവ് എവിടെയായിരിക്കാനാണ് കർത്താവ് ഇഷ്ടപ്പെടുന്നത്? വേർ ഷുഡ് മൈ ലൈഫ് ബി? ഞാൻ പലപ്പോഴും കാണുന്നത് എങ്ങനെയാണ്, ഒരു ജിക്സോ പസിൽ പോലെ ആ ഒരു പീസ് കൃത്യമായ സ്ഥലത്തുണ്ടെങ്കിൽ ആ ഒരു പസിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ ലോകത്തിൽ ഞാൻ എവിടെയായിരിക്കണം എന്നൊരു ചോദ്യം അത് വളരെ സീരിയസ് ആയിട്ട് എൻ്റെ ഉള്ളിൽ രൂപപ്പെടുന്നു. അതോടൊപ്പം തന്നെ പാരലി വളരെ സാധ്യതകൾ എൻ്റെ മുമ്പിലാണ്. പിന്നെ അതുമാത്രമല്ല, ഞാനിങ്ങനെ ഒരു ചോയ്സ് എടുത്തിട്ട് എന്തെങ്കിലും കാരണത്താൽ തിരിച്ചു പോരേണ്ടി വന്നാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ, അതിനെക്കുറിച്ചുള്ള ഭയവും എൻ്റെ മുമ്പിലുണ്ട്. കാരണം ഒരു ഡോക്ടർ എന്ന നിലയിൽ അവിടെ സെമിനാരിൽ പോകുന്നു, പകുതിയാകുമ്പോൾ തിരിച്ചു വരുന്നു. ഇതൊക്കെ എന്തൊക്കെയായിരിക്കും ഉണ്ടാക്കുന്ന വലിയ ചിന്തകൾ എൻ്റെ മനസ്സിൽ കൃത്യമായിട്ടുണ്ടായിരുന്നു. വീട്ടിൽ കൃത്യമായും ഞാൻ MBBSന് ചേരുമ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം, ഞങ്ങളെ നോക്കാൻ വേണ്ടി നീ ഒരു ഡോക്ടർ ആവേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ജോലിയുണ്ട്, പെൻഷനും ഉണ്ട്, നീ ആളുകളെ സഹായിക്കുക, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഈ ഒരു പ്രൊഫഷൻ ചെയ്യുക എന്നുള്ളതാണ് കൃത്യമായും നമ്മുടെ മുമ്പിൽ പറഞ്ഞു വെച്ചേക്കണം. അപ്പോൾ അതുകൊണ്ട് വീട്ടുകാരെ നോക്കണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മുടെ തലയിലില്ല. കൃത്യമായും കർത്താവ് എന്ത് പ്രതീക്ഷിക്കുന്നു എന്നുള്ള ചോദ്യമാണ് എൻ്റെ മുമ്പിൽ. അപ്പോൾ ആ സമയത്തെ പ്രാർത്ഥനകൾ, ചിന്തകൾ, വായനകൾ, സ്പിരിച്വൽ ഡയറക്ഷനൊക്കെ എനിക്ക് ദൈവവിളി ഉണ്ട് എന്നൊരു ഒരു നമ്മുടെ ബാലൻസിങ് ആ ഭാഗത്തേക്ക് ദൈവവിളി ഉണ്ടെന്നുള്ളൊരു ടിൽറ്റിലേക്ക് വരാണ്. അപ്പോൾ എനിക്ക് ലൈഫിലെ മേജർ ഡിസിഷൻസിലൊക്കെ ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ്, ഒരു ഇൻഫില്ലിങ് പോലെ, ഇതാണ് സ്ഥലം, ഇതാണ് ഇടമെന്ന് ചില എക്സ്പീരിയൻസുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ 2005 എൻ്റെ ഹൗസ് സർജൻസി അവസാന ഭാഗത്താണ് വേൾഡ് യൂത്ത് ഡേക്ക് പോകാൻ ഇടവന്നത്. അന്ന് ഞങ്ങളുടെ ഗ്രൂപ്പിൽ, GC യൂത്തിൻ്റെ ഗ്രൂപ്പിൽ കുറേ അച്ഛന്മാരൊക്കെ ഉണ്ട്. അച്ഛന്മാരോടൊപ്പം ഈ വേൾഡ് യൂത്ത് ഡേ പോകുന്നു. അന്ന് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ഖബറിടത്തിങ്കൽ പോകാനായിട്ട് ഇടവന്നു. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ ഞാൻ ഏത് സഭയിലേക്ക് ചേരണം എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ രൂപപ്പെട്ടു വരുന്ന സമയമാണ്. അപ്പോൾ എൻ്റെ മുമ്പിൽ ഡിഫറെൻ്റ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഇടവക വൈദികനാകാം, വളരെ കുറച്ച് കാലത്തെ പരിശീലനമുള്ളൂ, അല്ലെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ട മറ്റു സഭകളിലേക്ക്, അല്ലെങ്കിൽ ജെസ്യൂട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളിലേക്ക്. പിന്നെയുള്ളത് ഫ്രാൻസിസ്കൻ കപ്പൂച്ചിൻ. ഇതാണ് ഈ ഒരു ഫ്രാൻസിസിനോട് പ്രത്യേകമായൊരു ഇഷ്ടവും താല്പര്യമൊക്കെ ആ കാലഘട്ടങ്ങളിൽ വായന കൊണ്ട് എൻ്റെ ഉള്ളിൽ രൂപപ്പെട്ടിരുന്നു. അപ്പോൾ ഈ ഒരു ഫ്രാൻസിസിൻ്റെ ഖബറിടത്തിങ്കൽ നിൽക്കുന്ന സമയത്ത്, അസീസിയിൽ നിൽക്കുന്ന സമയത്ത്, ദിസ് ഈസ് മൈ പ്ലേസ് എന്നുള്ളൊരു എക്സ്പീരിയൻസ്, ഇതാണ് എൻ്റെ ഇടം എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലേക്കും, എനിക്ക് അങ്ങനെ ഒരു അനുഭവം എൻ്റെ ഉള്ളിലേക്ക് കൃത്യമായി രൂപപ്പെടുകയാണ്.
അസീസിയിൽ വെച്ചാണ് ഇങ്ങനൊരു ദൈവവിളിയെക്കുറിച്ചുള്ളൊരു ഫൈനൽ ഡിസിഷനിലേക്ക് ഞാൻ പറയണത്. ഫ്രാൻസിസിൻ്റെ കാൽപ്പാടുകളെ പിഞ്ചെന്ന് ക്രിസ്തുവിലേക്ക് എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരണം. അപ്പോൾ ഈ സമയങ്ങളിൽ ഈ ഒരു ദൈവവിളിയെക്കുറിച്ച് ഞാനും എൻ്റെ സ്പിരിച്വൽ ഡയറക്ടറും മാത്രമാണ് ഒരു സീനിലുള്ളൂ. അപ്പോൾ എനിക്കിങ്ങനെ ഒരു ദൈവവിളി ചിന്തയുണ്ടെന്നോ ഞാനങ്ങനെ പോകുമെന്നോ വേറെ ആരോടും ഞാനത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഹൗസ് റെസിഡൻസി പൂർത്തിയാക്കുന്ന സമയത്ത് എൻ്റെ ബ്രദർ ഓൾറെഡി സെമിനാരിയിൽ ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഇങ്ങനെ ഒരു കമാൻസി പ്രോഗ്രാം ലേക്ക് എൻ്റെ സ്പിരിച്വൽ ഡയറക്ടർ എന്നെ നയിക്കുന്നത്. കുറച്ച് ദിവസം വന്ന് താമസിക്കുക, കാരണം ഇങ്ങനെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ ആളല്ല, ഈ 10ാം ക്ലാസ്സുകാരുടെ കൂടെ എങ്ങനെ സർവൈവ് ചെയ്യും നോക്കാം, എന്നിട്ട് നമുക്ക് സർവൈവ് ചെയ്യുകയാണെങ്കിൽ അടുത്ത വർഷം നമുക്ക് ചേരാം എന്നായിരുന്നു എന്നോട് എൻ്റെ മുമ്പിൽ വെച്ചിരുന്ന ഒരു സജഷൻ. ആ സമയത്ത് അന്നത്തെ പ്രൊവിൻഷ്യൽ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, യു മേ നോട്ട് ബി ഡൂയിങ് യുവർ മെഡിക്കൽ പ്രൊഫഷൻ അഗെയിൻ. ഈ ഒരു മെഡിക്കൽ ഡോക്ടർ എന്ന ജോലി ചിലപ്പോൾ നിങ്ങൾ ഇനി ഭാവിയിൽ ചെയ്തു എന്ന് വന്നേക്കില്ല. ഞാൻ പറഞ്ഞു ഐ ആം ഓക്കെ, കാരണം ഞാനായിരിക്കേണ്ട ഇടം ഇവിടെയാണെന്ന് ആ സമയമാകുമ്പോഴേക്കും എനിക്ക് കൃത്യമായ ഒരു ബോധ്യം എൻ്റെ ഉള്ളിൽ രൂപപ്പെട്ടിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് ദിവസത്തെ കമാൻസി പ്രോഗ്രാമിന് പോകുന്നു. അന്നത്തെ സുപ്പീരിയേഴ്സ് സാറ്റിസ്ഫൈഡ് ആവുന്നു. ഞാൻ എൻ്റെ ബ്രദറിൻ്റെ കൂടെ തന്നെ മൈനസ് സെമിനാരിൽ ജോയിൻ ചെയ്യുന്നു. ഈ സമയത്ത് പാരലായിട്ട് പല കാര്യങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. എൻ്റെ വീടിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പോകുന്നതിന് 7 ദിവസം മുമ്പാണ്, ഒരു 1 വീക്ക് മുമ്പാണ് എൻ്റെ പാരൻസിനോട് ഞാനിങ്ങനെ ഒരു ദൈവവിളിയെക്കുറിച്ച് പറയണത്. അപ്പോൾ സ്വാഭാവികമായി അവരുടെ ഉള്ളിൽ ചില ചോദ്യങ്ങൾ ഉണ്ട്. കാരണം ഇതൊരു വൈകാരികമായി ഇതിൻ്റെ പുറത്തെടുത്തതാണോ, കാരണം ഞാനിങ്ങനെ ജീസസ് യൂത്ത് പരിപാടിക്കൊക്കെ ആയിട്ട് പോകുന്നതുകൊണ്ട് ഇതൊരു ഇമോഷണൽ ഡിസിഷനാണോ. അപ്പോൾ എന്നോട് ചോദിച്ചു ഇതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സീരിയസ് ആയിട്ട് ചിന്തിച്ചേക്കണം. അന്ന് അവരെന്നോട് പറഞ്ഞൊരു കാര്യം ഇതാണ്, സെമിനാരിലൊക്കെ പൊക്കോളൂ, കുഴപ്പമൊന്നുമില്ല, പക്ഷെ അവിടെ നിങ്ങൾക്ക് ഫിറ്റ് ആകുന്നില്ല, സ്യൂട്ടല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായൊരു ഡിസേൺമെൻറ്റ് നടത്തണമെന്ന് എന്നോട് പറഞ്ഞു. അത് മാത്രമാണ് എൻ്റെ ഫാദർ എന്നോട് പറഞ്ഞേക്കണ കൃത്യമായിട്ടുള്ള കാര്യം. അപ്പം ഞാനിങ്ങനെ ആളെ സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞു, എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നിനക്ക് ജോലി കിട്ടുന്നു, വീട്ടിലെ കാര്യങ്ങൾ സെറ്റിലാകുന്നു, അങ്ങനത്തെ കുറേ ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഒക്കെ സെറ്റിലാവുന്നു. കാരണം അന്ന് എനിക്ക് സ്റ്റേപ്പൻഡ് കിട്ടിയിരുന്നു. ആ സ്റ്റേപ്പൻഡ് ഞാൻ മുഴുവനും വീട്ടിൽ കൊണ്ടു കൊടുക്കുന്നു. അപ്പോൾ അതിൽ ചില കാര്യങ്ങൾ, വീട്ടിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ചില സ്വപ്നങ്ങളൊക്കെ പാരൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ആൾ പറഞ്ഞു ഇറ്റ് വാസ് യുവർ ഡിസിഷൻ, ഇത് നിങ്ങളുടെ ഒരു തീരുമാനമാണ്, ആലോചിച്ചെടുത്ത തീരുമാനമാണ്, യു ക്യാൻ പ്രൊസീഡ്, ഞങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ പോകുന്നു. അതുപോലെ തന്നെ ചില ആളുകൾ ചോദ്യമുണ്ട്, എന്താ പറയുക, മെഡിക്കൽ കോളേജിൽ നല്ല പെൺകുട്ടികളില്ലാത്തതുകൊണ്ടാണോ നിങ്ങൾ നിരാശപ്പെട്ട് വേറെ ഇതിലേക്ക് പോകണതാണോ? എനിക്ക് വേണ്ടി കല്യാണാലോചന നടത്തിയിരുന്ന, ഞാനറിയാതെ പോലും എനിക്ക് വേണ്ടി കല്യാണാലോചന നടത്തിയിരുന്ന ചില ആളുകളെ സെമിനാരിൽ ചേർന്നതിന് ശേഷം കണ്ടുമുട്ടാനിടയായിരുന്നു. അയ്യോ, ഞാൻ ഇങ്ങനെ ഇന്നൊരാൾക്ക് വേണ്ടിയൊക്കെ ആലോചിച്ചതാണെന്നൊക്കെ പറഞ്ഞ് ഇതിരുന്നു. അപ്പോൾ കുറേ സാധ്യതകളോട് നോ പറയാൻ ആ സമയത്ത് കൃപ ലഭിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. ഈ ഒരു പുരോഹിതൻ എന്ന നിലയിൽ പുരോഹിതനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കുറേ വ്യക്തത വരണത് ആ കാലഘട്ടങ്ങളിലാണ്. കാരണം ഞാൻ പ്രോ ലൈഫിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു ഫാമിലി, അപ്പം ഞാനന്ന് മനസ്സിലാക്കിയത് ഒരു ഫാമിലി എന്ന നിലയിൽ എനിക്ക് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. 4 ചുവരുകൾക്കുള്ളിൽ ഞാൻ ചെയ്യേണ്ട ശുശ്രൂഷകൾ വളരെയാണ്, അത്രയും ടാക്സിങ് അല്ലെങ്കിൽ വളരെയേറെ ശ്രമകരമായിട്ടുള്ളൊരു ശുശ്രൂഷയാണ് അതിനുള്ളിലൊരു പാരൻ്റ് എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു അപ്പൻ എന്ന നിലയിലൊക്കെ ചെയ്യേണ്ടി വരിക. അതിനേക്കാൾ 10 മടങ്ങ് അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറം വീടിൻ്റെ ചുമരുകളെ ഭേദിച്ചുകൊണ്ട് എല്ലാ ദിക്കുകളും ചുമരുകളാകുന്ന തക്ക രീതിയിൽ ഒരു പുരോഹിതൻ എന്ന നിലയിൽ എൻ്റെ സേവനത്തെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് കൃത്യമായ ഒരു ബോധ്യം കിട്ടി. കാരണം എനിക്കറിയാം, ഞാനൊരു ICUവിൽ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു റിലേറ്റീവ് ആണെങ്കിൽ ഞാൻ അവരുടെ കൂടെ ഇരിക്കണം. പക്ഷെ അതേസമയം ഒരു റിലേറ്റീവ് അല്ലാത്ത ഒരുത്തൻ്റെ കൂടെ ഇരിക്കണമെങ്കിൽ അത്രയ്ക്കൊരു ഫ്രീഡം എനിക്കുണ്ടാവണം. അപ്പോൾ ഒരു പുരോഹിതൻ എന്ന നിലയിൽ അവന് എത്തിപ്പെടാവുന്ന ശുശ്രൂഷകളുടെ മേഖല എന്ന് പറയുന്നത് അനന്തമാണ്. കർത്താവ് അയക്കുന്നിടത്തേക്ക് പോകുക, അങ്ങനെ അയക്കുന്ന സ്ഥലത്തേക്ക് പോകണമെങ്കിൽ അയാൾ ഫ്രീ ആയിരിക്കണം. അപ്പോൾ ഒരു പുരോഹിതൻ എന്ന നിലയിൽ എവിടെ വേണമെങ്കിലും ശുശ്രൂഷ ചെയ്യാൻ എനിക്ക് സാധിക്കുമെന്നുള്ളൊരു ബോധ്യം കർത്താവ് എനിക്ക് നൽകി. അതാണ് എൻ്റെ ദൈവവിളി എന്ന് മനസ്സിലാക്കിയത്. മൺപാത്രത്തിലെ നിധി പോലെയാണ് പൗരോഹിത്യം എന്ന് കൃത്യമായ ബോധ്യം എനിക്കുണ്ട്. കാരണം പാപികളിൽ ഒന്നാമനാണ് ഞാൻ,
എനിക്ക് കൃപ ലഭിച്ചു എന്ന് പൗലോസ്ലീഹ പറയുന്നത് എൻ്റെ ജീവിതത്തിലും വ്യക്തതയുള്ളൊരു കാര്യമാണ്. കാരണം ഏറ്റവും നിസ്സാരനായ ഒന്നുമല്ലാത്ത എന്നെ കർത്താവ് വഴി നടത്തി. അതുകൊണ്ട് പൗലോസ്ലീഹ പറയുന്നത് പോലെ ക്രിസ്തുവിൻ്റെ നിത്യജീവൻ സ്വീകരിക്കാനിരിക്കുന്നവർക്കൊരു മാതൃകയാകേണ്ടതിനാണ് കർത്താവ് എന്നെ വിളിച്ചതെന്ന് എനിക്ക് കൃത്യമായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ആ ഒരു തെരഞ്ഞെടുപ്പിൽ ക്രിസ്തുവിനെ പ്രതിയുള്ള സ്നേഹത്തിൽ ബാക്കിയുള്ളതെല്ലാം ഉച്ഛിഷ്ടം പോലെ എന്ന് പറയാൻ കർത്താവ് കാലഘട്ടങ്ങളിൽ കൃത്യമായ കൃപ നൽകി. അതിനുശേഷം എനിക്ക് പിന്നീട് ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ എടുത്ത ഒരു തീരുമാനം തെറ്റായി പോയോ? ഞാൻ പലപ്പോഴും ചിലർ പറയാറുണ്ട്, ഇപ്പോൾ നിങ്ങൾ പുറത്ത് വർക്ക് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് സാലറി എത്രയായിരിക്കുമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പൈസയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ചില പെർമിഷന് വേണ്ടി നിങ്ങളുടെ സുപ്പീരിയേഴ്സിൻ്റെ അടുത്ത് പെർമിഷൻ ചോദിച്ച് കാത്തു നിൽക്കുന്നു. നിങ്ങൾ ഫ്രീ ആണെങ്കിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാമായിരുന്നല്ലോ. കാരണം സെക്കുലർ ഇതിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ പറയും എനിക്ക് സുപ്പീരിയറിനോട് ചോദിക്കണം, പെർമിഷൻ മേടിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും ആളുകൾ പറയാറുണ്ട്. പക്ഷേ ഇതെല്ലാം ക്രിസ്തു എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നതാണ്. കാരണം എന്നിലൂടെ ക്രിസ്തുവിൻ്റെ നന്മ നിവർത്തിതമാകേണ്ടതിന് ക്രിസ്തു എന്നിലൂടെ ആഗ്രഹിക്കുന്നതാണെന്നുള്ളൊരു കൃത്യമായ ബോധ്യങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ കർത്താവ് നൽകി. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളോട് നോ പറയാൻ കർത്താവ് കൃപ നൽകിയത്. എനിക്ക് പലപ്പോഴും തോന്നിയേക്കുന്ന ഒരു കാര്യം, ഒരു ബ്ലിസ്ഫുൾ ഇഗ്നോറൻസ് എന്ന് ഇംഗ്ലീഷിലൊരു വാക്കുണ്ട്. എന്ന് പറഞ്ഞാൽ കൃപ നിറഞ്ഞ അജ്ഞത. ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. അങ്ങനെ അറിയാതിരിക്കുന്നത് തന്നെ ചില തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൻ്റെ ചില സാധ്യതകളെ വളരെ സിമ്പിളായിട്ട് തള്ളിക്കളയാൻ, അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ തന്നെ തള്ളിക്കളയാൻ ഈ ഒരു ബ്ലിസ്ഫുൾ ഇഗ്നോറൻസ് എന്നെ സഹായിച്ചു എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു MBBS കഴിഞ്ഞ് ഞാൻ ചേരുന്നു. 2005 സെമിനാരിയിൽ ചേരുന്നത്. 10 വർഷത്തെ പരിശീലനത്തിന് ശേഷം 2015 ഞാൻ വൈദികനാകും. ഈ കാലഘട്ടങ്ങളിലെല്ലാം ഞാൻ എൻ്റെ ബാച്ചിലുള്ള എല്ലാവരുടെയും പോലെ ഒപ്പമായിരിക്കാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. ഒരു പ്രിവിലേജസും, ഒരു ഡോക്ടർ എന്ന നിലയിൽ പലപ്പോഴും പല ഫോർമേഷൻ ലെവലിലും പല പ്രിവിലേജസും എനിക്ക് ഓഫർ ചെയ്തു. പക്ഷേ ഞാൻ എപ്പോഴും അവരുടെ കൂടെയായിരിക്കും. അതാണ് കർത്താവ് എനിക്ക് നൽകിയിരിക്കുന്ന വിളി എന്ന് കൃത്യമായി മനസ്സിലാക്കി. അപ്പം അങ്ങനെ 2015 പട്ടം കിട്ടണതിന് തൊട്ട് മുമ്പാണ് എന്നോട് സുപ്പീരിയേഴ്സ് പറയുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ PG പഠിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം. ആ സമയത്ത് എനിക്കത്ര ഇത്രയും വർഷം കഴിഞ്ഞ് PG പഠിക്കുക എന്ന് പറഞ്ഞ ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എൻ്റെ സുപ്പീരിയേഴ്സ് എന്നോട് പറഞ്ഞതുകൊണ്ട് എനിക്കത്ര താല്പര്യമില്ലായിരുന്നെങ്കിലും അവരുടെ ഇഷ്ടത്തിന് അവരുടെ ഒരു നിർദ്ദേശത്തിന് വഴങ്ങി ഞാൻ PG പഠിക്കാൻ പോകുന്നു. എൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ, എൻ്റെ കൂടെ പഠിച്ച എല്ലാവരും ചിന്തിച്ചിരുന്നു ഈ പ്രായത്തിൽ എങ്ങനെയാണോ PG കിട്ടുക എന്നൊക്കെ. പക്ഷെ അതൊന്നും എൻ്റെ തലയിലില്ല. കാരണം ഈ ബ്ലിസ്ഫുൾ ഇഗ്നോറൻസ് എന്ന് പറഞ്ഞതുപോലെ കർത്താവ് എന്നോട് പറഞ്ഞു, ഞാനത് ചെയ്യുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ എൻട്രൻസ് എഴുതി. എനിക്ക് MD എൻട്രൻസ് കിട്ടി. ട്രിവാൻഡ്രം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്ന് MD സൈക്യാട്രിയിലേക്ക് ഞാൻ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ഈ സർജറിയിൽ നിന്ന് സൈക്യാട്രിയിലേക്ക് എൻ്റെ ഒരു ഷിഫ്റ്റും ഈ ഒരു ദൈവവിളിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. കാരണം സർജറിയോട് എനിക്ക് പ്രണയമാണ്. അതിപ്പോൾ ഈ സംസാരിക്കുമ്പോഴും എനിക്ക് അതിനോടൊരു പ്രണയമാണ്. പക്ഷേ ഞാൻ അതിനിടയിലും വിളിക്കുള്ളിലെ വിളി എന്ന് ജോൺ പോൾ II മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് എല്ലാവർക്കും കിട്ടിയപ്പോൾ ഒരു കോളുണ്ട്, ഒരു മനുഷ്യനാകുക. അതിനുള്ള എൻ്റെ ഒരു വിളിയാണ് വൈദികനാകുക. ഈ വൈദികൻ എന്ന എൻ്റെ വിളിക്കുള്ളിൽ, അല്ലെങ്കിൽ വൈദികനും ഒരു വൈദ്യനും എന്ന നിലയിൽ അതിനുള്ളിൽ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളൊരു ചോദ്യം കർത്താവിനോട് ചോദിക്കാറുണ്ട്. അങ്ങനെയാണ് ഞാനൊരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ എന്ന മേഖലയിലേക്ക് കർത്താവ് എന്നെ കൃത്യമായി വഴി നടത്തുന്നത്. പലപ്പോഴും ഞാൻ തന്നെ അതിൽ നിന്ന് കുതറി മാറാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും കൃത്യമായും ഇതാണ് വഴി, ഇതിലേ പോവുക എന്നുള്ളൊരു സന്ദേശം കർത്താവ് കൃത്യമായി നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ഇതിലേക്ക് വരുന്നത്. എനിക്ക് വെല്ലൂര് അഡ്മിഷൻ കിട്ടി. പക്ഷേ കർത്താവ് എന്നോട് ചില കാരണങ്ങളാൽ പറഞ്ഞു, നമ്മൾ നാട്ടിൽ പഠിക്കണം എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് കൃത്യമായ ചില നിർദ്ദേശങ്ങൾ കിട്ടി. അപ്പോൾ ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചേർന്നു. അപ്പോൾ അന്ന് ചില ആളുകൾ, അന്നത്തെ പ്രൊഫസേഴ്സ് തന്നെ എന്നോട് പറഞ്ഞു, വൈ യു ഡ്രോപ്ഡ് വെല്ലൂരത്തെ സീറ്റ് എന്തുകൊണ്ട് കളഞ്ഞു എന്ന് ചോദിച്ച ആളുകളുണ്ട്. പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കറിയാം, ഞാൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ പഠിച്ചതുകൊണ്ട് കർത്താവ് എനിക്ക് നൽകിയ രൂപീകരണങ്ങൾ, കർത്താവ് നൽകിയ അനന്ത സാധ്യതകൾ. എൻ്റെ വൈദിക ജീവിതത്തിൻ്റെ 10ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്.
ഈ കഴിഞ്ഞ 9 വർഷക്കാലം കർത്താവ് നമ്മളെ നയിച്ച വഴികളെക്കുറിച്ച് ഓർക്കുമ്പോൾ കർത്താവിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. ഒരു വൈദികൻ എന്ന നിലയിലും ഒരു വൈദ്യൻ, ഒരു ഡോക്ടർ എന്ന നിലയിലും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ പല ആളുകളും നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്, അച്ഛനായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. എനിക്ക് കൃത്യമായിട്ട് തോന്നിയൊരു അനുഭവം, അയാളുടെ ഭാരം ഇറക്കി വെക്കാൻ കർത്താവ് നമ്മൾ ഉപകരണമാക്കുന്നു എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഭാരവുമായി ഇങ്ങനെ അലഞ്ഞു തിരിയാണ്, എവിടെ ഇത് ഇറക്കി വെക്കണം എന്നുള്ള ചോദ്യത്തിൽ. അപ്പോൾ കർത്താവിൻ്റെ കയ്യിലെ ഏറ്റവും മനോഹരമായ ഉപകരണങ്ങളാണ് ഓരോ സമർപ്പിതരും ഓരോ വൈദികരും. അപ്പം അതിൻ്റെ ഒരു ഭാഗമാകാൻ കർത്താവിനെ വിളിച്ചതിനെ ഓർത്ത് വളരെ എളിമയോടെയാണ് കർത്താവിനോട് ഞാൻ നന്ദി പറയുക. ഒരു വൈദികൻ്റെ സാധ്യത എന്ന് പറയുന്നത് അനന്തമാണ്. ഞാൻ പൊതുവെ ആളുകളോട് ഇടപഴകാനൊക്കെ ഇത്തിരി മടിയുള്ള ആളാണ്. പക്ഷെ ഒരു ദിവസം ഈ കൊറോണ കാലഘട്ടത്തിൽ ഞങ്ങളുടെ തന്നെ ഒരു അച്ഛൻ്റെ ഫാദർ കോവിഡ് വന്നു. അദ്ദേഹം ഡയാലിസിസ് സ്വീകരിക്കുന്ന ഒരാളാണ്. ഇവിടുത്തെ എല്ലാ ആശുപത്രികളിലും കോവിഡ് വന്ന ഈ ഡയാലിസിസ് പേഷ്യൻറ്റിന് വേണ്ടി ഒരു ഡയാലിസിസ് യൂണിറ്റ് അന്വേഷിച്ച് നടക്കുകയാണ്. പക്ഷെ എങ്ങും കിട്ടിയില്ല. പെട്ടെന്ന് കർത്താവ് എനിക്കൊരു പ്രചോദനം നൽകി, എന്തുകൊണ്ട് ആളുകളോട് സഹായം ചോദിച്ചുകൂടാ. അപ്പം ഞാൻ എൻ്റെ ഡോൺ ബോസ്കോ ഗ്രൂപ്പിൽ ജസ്റ്റ് ഇങ്ങനൊരു മെസ്സേജ് ഇടാണ്, ഇങ്ങനൊരു ആവശ്യമുണ്ട്, നമുക്കൊരു ഡയാലിസിസ് മെഷീൻ വേണമെന്ന്. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ അതിൻ്റെ ഒരു ഏകദേശം 10 ലക്ഷത്തോളം രൂപ എൻ്റെ തന്നെ ബാച്ച് മേറ്റ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോഴാണ് ഞാൻ ഇതിൻ്റെ എന്താ പറയുക, ഒരു വൈദികൻ എന്ന നിലയിൽ ഞാൻ ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു ലീഡർഷിപ്പ് എടുത്തത്. ഒരു സാമൂഹികമായ ഒരു ആവശ്യത്തിന് വേണ്ടി ലീഡർഷിപ്പ് എടുത്തതുകൊണ്ട് കർത്താവ് നമ്മളെ നയിക്കുകയും കൊണ്ടു നടക്കുകയും ചെയ്യുന്ന മേഖലകളെക്കുറിച്ച് എനിക്കൊരു തുറവി കിട്ടിയത്. അതുപോലെ തന്നെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതങ്ങളിൽ എന്നെ കണ്ടുമുട്ടി എന്നോട് സംസാരിച്ച് അല്ലെങ്കിൽ എൻ്റെ സേവനം സ്വീകരിച്ച ഒരാൾ ഇന്ന് സമാധാനമായി കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ പറയുക എൻ്റെ ജീവിതം ധന്യമായെന്നാണ്. കാരണം കർത്താവിൻ്റെ ഒരു സമാധാനം എനിക്ക് അവർക്ക് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളൊരു നിർവൃതിയോടെയാണ് ഞാനായിരിക്കാം. അപ്പോൾ എനിക്ക് കൃത്യമായും കർത്താവിനോട് പറയാം, ഞാൻ ഇത്രയും വർഷം ഇവിടെ വൈദികനായി ജീവിച്ച് തിരിച്ച കർത്താവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ എൻ്റെ ചുറ്റുപാടും ഈ ലോകവും കുറേയും കൂടി മനോഹരമാക്കിയിരിക്കുന്നു, കുറേയും കൂടി സമാധാനം നിറഞ്ഞതായിരിക്കുന്നു എന്ന് ഒരു വൈദികന് തീർച്ചയായിട്ടും പറയാൻ പറ്റും. ആ ഒരു സന്തോഷം, സംതൃപ്തിയൊക്കെ ഈ ഒരു പൗരോഹിത്യ സന്യാസ ദേവിളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതാണ്. പ്രധാനമായും ഇതിനെക്കുറിച്ച് ഒരു പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ കൃത്യമായും എൻ്റെ മാതാപിതാക്കന്മാരുടെ സമർപ്പണം ഒരിക്കലും മാറ്റാൻ പറ്റില്ല. ഞാൻ ദൈവവിളി സ്വീകരിച്ചു പോകുമ്പോൾ എൻ്റെ സഹോദരനാണ് ആദ്യം ദൈവവിളി സ്വീകരിച്ച് പോകുന്നത്, അതിന് ശേഷം ഞാൻ പോകുന്നു. അപ്പോൾ 2 ആൺമക്കളും ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ആ വീട്ടിലുണ്ടാകുന്ന ഒരു ശൂന്യത, ഒരു അൺസർട്ടിനിറ്റി, അതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അച്ഛനായതിനു ശേഷമാണ് ഞാൻ ചിന്തിച്ചത്. എൻ്റെ ഫാദർ 2021 മരിക്കുന്നത്. അദ്ദേഹത്തിന് 72 വയസ്സുണ്ടായിരുന്നു. അപ്പം ഞാൻ ചിന്തിച്ചു നോക്കുമായിരുന്നു, ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, മരിക്കുന്നതിന് 15 ദിവസം മുമ്പ് വരെ അധ്വാനിച്ചിരുന്ന ഒരാളാണ്. അപ്പം ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് കുറേ ഭാരങ്ങൾ ഒഴിഞ്ഞു മാറുമായിരുന്നു. പക്ഷേ ഈ ഒരു സമർപ്പണ ജീവിതത്തിന് വേണ്ടി എന്നോടൊപ്പം എൻ്റെ മാതാപിതാക്കന്മാരും വലിയൊരു സമർപ്പണം നടത്തിയിരിക്കുന്നു. ഇപ്പോഴും എൻ്റെ അമ്മ ആ രീതിയിലൊരു സമർപ്പണം നടത്തുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പോൾ അവരിലൂടെ എനിക്ക് കിട്ടിയ മൂല്യങ്ങളും അവരിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട വലിയ കൃപകളുമെല്ലാം ഈ ദൈവവിളിയിൽ ഏറ്റവും ആഴപ്പെട്ട് നിൽക്കാൻ കർത്താവ് എന്നെ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായി ദൈവം എന്നിൽ നിന്ന് എന്താ ആഗ്രഹിക്കുന്നു, കർത്താവിനോട് യുവജനങ്ങൾ ചോദിക്കേണ്ട കാര്യം ഇതാണ്, കർത്താവെ ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്. കർത്താവ് ചിലപ്പോൾ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ടാകും. അത് കേൾക്കാൻ നമുക്ക് തുറവിയുണ്ടാകണം എന്നുള്ളതാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു ഫ്രാൻസിസിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. അപ്പോൾ ഫ്രാൻസിസിൻ്റെ സാഹോദര്യവും സ്നേഹവും ഒക്കെ എല്ലാവരിലും ഉണ്ടാകാനും, പ്രത്യേകിച്ച് ഞാനും എൻ്റെ സഹോദരനും ഈ കപ്പുച്ചിൻ സഭയിലെ വൈദികരാണ്. എല്ലാ വൈദികരെയും പ്രത്യേകമായി നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം. ദൈവത്തോടും സഹോദരങ്ങളോടുള്ള സ്നേഹത്തിലും ദൈവം എന്താ ആഗ്രഹിക്കുന്നു ആ രീതിയിൽ ദൈവരാജ്യത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ എല്ലാ സമർപ്പിതരെയും ദൈവം വഴി നടത്തുന്നതിന് വേണ്ടി, പരിശുദ്ധാത്മാവിന് വലിയ കൃപയുണ്ടാകുന്നതിന് വേണ്ടി നിങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഒരു നാളും എന്നെ കൈവിടില്ല, ഒരു നാളും എന്നെ
മറക്കില്ല. ഒരു നാളും എന്നെ കൈവിടില്ല. ഒരു നാളും എന്നെ മറക്കില്ല. എൻ്റെ താതൻ എന്നെ തേടും, എനിക്കായി കാത്തിരിക്കും. എൻ്റെ കുറ്റങ്ങളെല്ലാം പൊറുക്കും, സ്നേഹത്തോടെ